ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. സുധീഷ് സ്പീഡിൽ സൈക്കിൾ ചവിട്ടിയപ്പോൾ നിധി വീഴാൻ തുടങ്ങി. എന്താ ഉണ്ടായത്? അത് സ്ലിപ്പായതാ, അല്ലാതെ മനഃപൂർവ്വം അല്ല അല്ലേ? നിധി എന്താ ഈ പറയുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുമോ? അപ്പോഴത്തേക്ക് വഴി കൂടെ ഒരമ്മ വരുന്നു. എന്തിനാ ഇങ്ങനെ പുറകെ വെച്ച് കൊണ്ടുപോകുന്നേ? എന്നാ പിന്നെ തലയെ വെച്ച് കൊണ്ടുപോവാൻ. കുഞ്ഞിനെ ഇച്ചിരി ശ്രദ്ധിച്ചു കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ ദൈവമേ, ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും പറയാനും പറ്റത്തില്ല. മോളെ, നീ കയറി മുന്നിൽ കയറിയിരി. ഇനി അങ്ങോട്ട് റോഡ് മോശമായിരിക്കും. ഈ കൊച്ചൻ തല്ലി താഴെ ഇടും. അതൊന്നും വേണ്ട, വന്നിരി നിധി. പ്രായത്തിന് മൂത്തവർ പറയുന്ന കേൾക്കണമെന്നാ അല്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്കുക ചേച്ചി. നാണിക്കാതെ കയറി ഇരിക്കു കൊച്ചേ. വന്നിരി. പുറകിലാകുമ്പോഴേ വീഴാൻ പോകുമ്പോൾ ചാടാം, മുന്നിലാകുമ്പോൾ അത് പറ്റത്തില്ലല്ലോ. വീഴാതിരിക്കാനാ മുമ്പിൽ കയറി ഇരിക്കാൻ പറഞ്ഞത്. നിധി കയറി ഇരുന്നേ. കയറി ഇരുന്ന് സുഖമായിട്ട് പോ. ഞാൻ പോട്ടെ. കയറടോ, കയറ്. നിധി ഫ്രണ്ടിൽ കയറിയിരുന്ന് പോകുന്നു. നമുക്കിനി തിരിച്ചു പോയാലോ? ഇത്ര പെട്ടെന്നോ? എനിക്ക് വിശക്കുന്നു. തനിക്ക് വിശക്കുന്നില്ലേ? എനിക്ക് വിശപ്പ് എന്താണെന്ന് അറിയുന്നതേ ഇല്ല. അതെന്താ ആവോ? പിന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. കൈ എടുത്താലേ എനിക്ക് ഇറങ്ങാൻ പറ്റൂ. ഗേറ്റ് പൂട്ടി വെച്ചതുപോലെ വെച്ചാൽ എങ്ങനെയാ? എന്തു പറ്റി? പെട്ടെന്നൊരു വേദന. ഇത്രയും നേരം സൈക്കിൾ ചവിട്ടിയിട്ടില്ലാത്ത വേദനയാ ഇപ്പോൾ അല്ലേ? വെറുതെ നമ്പർ ഇറക്കാൻ നിൽക്കല്ലേ. അപ്പോഴത്തേന് സുഭാഷ് ചേട്ടനും ചാന്ദിനിയും കൂടെ വരുന്നു. സുധീഷ് ഉറക്കെ ശബ്ദം കേൾപ്പിക്കുന്നു. ഈ ലോകത്തൊന്നും അല്ലയോ? ദൈവമേ, ശൂലം കുത്തിയപ്പോൾ ഇത്രയൊക്കെ ആയോ? എന്നാൽ നാക്കി കുത്തിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ വേണ്ട. കാണിക്കുന്ന നീതുവിനെ അവർ അമ്മയും അച്ഛനെയും ആണ്. നീതുവിൻ്റെ അമ്മ ഓട്ടയെ വെച്ച് കരഞ്ഞുകൊണ്ട് വരുന്നു. എന്താടാ വിളമ്പി കഴിക്കാത്തത്? സുഭാഷ് ചേട്ടനല്ലേ സാധാരണ വിളമ്പി തരുന്നേ. ആ പതിവ് തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പണി കൂടെ ചെയ്യണ്ടെന്ന് വിചാരിക്കല്ലേ നികേഷേ. തനിയെടുത്ത് വിളമ്പി കഴിക്കാൻ നോക്ക്. ഇത്ര പ്രായമായില്ലയോ? ഞാൻ വിളമ്പിക്കെടുക്കാം. മോൾ ഇവിടെ ഇരിക്കും, ഞാൻ വിളമ്പിക്കോളാം. കണ്ടില്ലേ, കൈകൊണ്ട് വിളമ്പിക്കൊടുത്താലേ സുഭാഷ് ചേട്ടന് തൃപ്തിയാകത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾക്കിരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ല അല്ലേ ഏട്ടാ? മതി മതി. ചാന്ദിനി ഇരിക്ക്. അല്ല, നമ്മുടെ പൂതനയമ്മയും കൂട്ടരും എവിടെ പോയി? കണ്ടില്ലല്ലോ. എടാ, അച്ഛൻ വിളിക്കുന്നത് കേട്ട് നമ്മൾ വിളിക്കാൻ നിൽക്കല്ലേ. പിന്നെ പേരിലേ ലളിതയുള്ളൂ, സ്വഭാവത്തിൽ തനി പൂതനയാ. ആ കാര്യത്തിൽ കാരണവർ കറക്റ്റാ. ഒരു കാര്യത്തിലെങ്കിലും അച്ഛനെ സപ്പോർട്ട് ചെയ്തല്ലോ. അവരേതൊക്കെയോ അമ്പലത്തിൽ കറങ്ങിയിട്ടേ വരുത്തുള്ളെന്നാ സുനന്ദ രാവിലെ പറഞ്ഞ്. സുനന്ദയോ? നീ അവളെ ഇപ്പോഴും പേര് വിളിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? സുഭാഷ് ചേട്ടൻ കെട്ടിയിരുന്നെങ്കിലേ അവൾ നിന്റെ ഇപ്പം വലിയേട്ടത്തിയാ. അപ്പം പിന്നെ പേര് വിളിക്കാൻ പറ്റുമോ? സുധീഷേ, ഞാൻ ഉദ്ദേശിച്ചതേ. മതി, ഇനി കഴിക്കാൻ നോക്ക്. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. സുധീഷേട്ടാ, പഴയ പോലെയല്ല. ഏട്ടത്തേക്ക് സുധീഷേട്ടനോട് എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതെ, അതെനിക്കും തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ സൈക്കിളിൽ ഇരുന്ന് വരാൻ, അങ്ങനെ ഇരുന്ന് വരാൻ സമ്മതിക്കുമോ? ശരിക്കും ഒരു ചെറിയ കാറ്റ് വീശാൻ തുടങ്ങിയെന്ന് പോലെ തോന്നൽ. അപ്പോഴത്തേന് ചാടി കയറി ചെല്ലാൻ തുടങ്ങണ്ട. തുടക്കത്തിലേ പൊളിയും. ശരി സാർ, ഈ വിഷയത്തിൽ നീയാണല്ലോ ഇപ്പം എൻ്റെ ഗുരു. ആ ബോധ്യം വേണം. എന്താ ഒരു രഹസ്യം പറച്ചില്? ഈ സുധീഷേട്ടനാണെങ്കിലേ ഒന്നുമില്ല, ഒരു ഡ്രൈവ് കൊണ്ടുപോകുമെന്ന് ചോദിച്ചതാണ്. നൈറ്റ് ഡ്രൈവ്? പിന്നെ മാടായിപ്പാറ എന്ന് പറയുന്നേ നൈറ്റ് ഡ്രൈവിന് പറ്റിയ സ്ഥലമല്ലയോ? സുഭാഷേട്ടാ, ആപ്നെ ഗാരയോ? ഞാൻ കഴിച്ചോളാം. ആവോനാ? ഗോക്കി മാത്രമേ കഴിക്കാൻ പോവാ. ഇത് കൊള്ളാവല്ലോ. ചാന്ദിനി ഹിന്ദിയും സുഭാഷ് ചേട്ടൻ മലയാളം. രണ്ടുപേർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നു. എടാ, ഇവർ തമ്മിൽ സംസാരിച്ചു വന്നപ്പോഴേ എന്താ പറയുന്നതെന്ന് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. രണ്ടുപേർക്കും പിടികിട്ടിയിട്ടില്ല. ചാന്ദിനി ഹിന്ദി പറയുന്നു എന്ന് വെച്ചാൽ രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാവുന്നുണ്ടെന്ന്. വേറെ ഒരു രസമുണ്ട്. നമ്മൾ ഇത്രയും പേരും കഴിച്ചിട്ട് സുഭാഷ് ചേട്ടൻ കഴിക്കുന്നില്ലയെന്ന് ചോദിക്കാൻ ചാന്ദിനി മാത്രമേ ചോദിച്ചുള്ളൂ. അതെ, അതാണ്. എടാ, ചാന്ദിനിക്കുള്ള സ്നേഹം പോലും നിങ്ങൾക്ക് ഇല്ലെന്നല്ലേ അർത്ഥം? ഞാനല്ലേ പറഞ്ഞത്. പക്ഷെ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചില്ലല്ലോ. സുഭാഷ് ചേട്ടൻ എന്താടാ? സുഭാഷ് ചേട്ടൻ ഒരു പാവമാണ്. സുഭാഷ് ചേട്ടൻ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തുവാടാ? ഒന്നുമില്ല. സുഭാഷ് ചേട്ടൻ കഴിക്കാൻ നോക്ക്. മേരെ ശ്രമിച്ചേ. ചാന്ദിനിക്ക് വരെ മനസ്സിലായി. എന്ത് മനസ്സിലായി? പിന്നെ കാണിക്കുന്ന നീതുവിൻ്റെ വീടാണ്. വാടി ഇങ്ങോട്ട്. എടി മഹാഭാവി, നീ ഇങ്ങനെ ഒരു ചതി ഞങ്ങളോട് ചെയ്തല്ലോടി. എടി മൂദേവി, നീ അവനെ കാണാൻ പാടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നീ അവൻ്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുമായിരുന്നു അല്ലേ? നാണമില്ലേടി? നിനക്ക് എത്ര വയസ്സായി? 21ാം വയസ്സിലാണ് നീ ഈ ചതി ചെയ്തത്. ഇത്ര ചെറുപ്രായത്തിൽ ഒരു കുട്ടിയെ ഒക്കത്ത് വെക്കേണ്ട ഗതികേടായല്ലോ നിനക്ക്. ഈ കുടുംബത്തിൻ്റെ മാനവും മര്യാദയും എല്ലാം പോയി. ഇതിലും നല്ലത് ഞങ്ങളെ കൊല്ലുമായിരുന്നല്ലോ വേണ്ടത്. അച്ഛാ, മാറിപ്പോ. എല്ലാം തുലച്ചപ്പോൾ സമാധാനമായല്ലോ. എനിക്ക് പുറത്തോട്ടിറങ്ങി നടക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചുകൊണ്ട് മാത്രമാണ് അവൻ അവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത്. അവൻ്റെ വലിയ ഔദാര്യം. എൻ്റെ കല്യാണക്കാര്യം എന്നോട് ആദ്യം പറയേണ്ടത്, അല്ലാതെ നിൻ്റെ കൂട്ടുകാരനോടല്ല ആദ്യം പറയേണ്ടത്.
നിങ്ങളൊക്കെ നുണ പറഞ്ഞ് എന്നെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ലാത്ത കല്യാണത്തിന് ഞാൻ സമ്മതിക്കുമെന്ന് കരുതിയാണോ? ഡി സത്യം പറയടി, കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയെന്നോ നീ അങ്ങനെയൊന്ന് പറഞ്ഞത്? പറയടി. ഹരീഷ് തിരിച്ചു വരുന്ന പോലെ ഈ നുണ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാവരും ഒരു ദിവസം പാനിക്കടിച്ചിരിക്കട്ടെ. ഹരീഷ് വരുന്നവരെ എന്ത് വന്നാലും ഞാൻ സത്യം പറയത്തില്ല. എടി ഞാൻ നിന്നോടാ ചോദിച്ചത്, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. എൻ്റെ ദൈവമേ, ഞാൻ ഈ നാട്ടുകാരോട് എന്ത് പറയും, സ്വന്തക്കാരോട് എന്താ പറയും? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹരീഷ് എന്തായാലും എന്നെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല, അത് ഉറപ്പാ. എടി നിന്റെ ഒരു ഹരീഷ് ചവിട്ടി നിന്റെ. എടാ ഇനി ഒന്നും വേണ്ട. എടി നീ ആ മനുഷ്യന്റെ മുഖത്ത് നോക്ക്. ഇനി ആ നാട്ടുകാരുടെ മുഖത്ത് അങ്ങാരെങ്ങനെ നോക്കും? അവരുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയും? ഒരേ ഒരു പെണ്ണിനെ അന്തസ്സായിട്ട് വളർത്താൻ പറ്റിയില്ലെന്ന് നാട്ടുകാർ പറയത്തില്ലയോടി? ഇനി നീ വിചാരിച്ചാലും നിന്റെ ജീവിതം പഴയ പോലെ ആവത്തില്ല. എല്ലാം നശിപ്പിച്ചു, എല്ലാം കഴിഞ്ഞു, എല്ലാം നശിപ്പിച്ചു. പഠിത്തവും പോയി, ഉദ്യോഗവും പോയി. നീയായിട്ടാണ് നിന്റെ ജീവിതം നശിപ്പിച്ചത്. നീ ഇനി എങ്ങനെ റോഡിൽ ഇറങ്ങി നടക്കും? നാട്ടുകാരുടെ മുഖത്ത് നീ എങ്ങനെ നോക്കും? നാട്ടുകാരുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയും? നിന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു. നീ എന്തൊക്കെ ചെയ്താലും ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ല. കാശില്ലാതിരുന്നിട്ട് നിന്റെ ഒരു ആഗ്രഹം മുടക്കിയിട്ടില്ല. കോളേജിൽ ചേർത്തു, വണ്ടി മേടിച്ചു തന്നു. നീ പറഞ്ഞ എല്ലാത്തിനും ഞാൻ കൂടെ വന്നു. എന്നിട്ടും നീ അച്ഛനെ ചതിച്ചല്ലോടി. ഈ ചതിക്ക് നീ ഉറപ്പായിട്ടും അനുഭവിക്കും. എടി നീ അവനെ വിളിക്ക്, ലോക്ക് ഓപ്പൺ ആക്കിയിട്ട് വിളിക്ക്. എടാ വേണ്ട, ഇനി എന്തിനാടാ? എടി നിന്നോട് വിളിക്കാനാ പറഞ്ഞത്, നീ ഇത് വിളിക്കുന്നു. പിന്നെ ഹരീഷൊക്കെ കഴിക്കുന്നത് കാണിക്കുന്നത്, ഫോൺ വിളിക്കുന്നു. എടാ കഴിച്ചിട്ട് എടുത്താൽ മതിയടാ. അത് കുഴപ്പമില്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞു. തീർന്നോ? ഇത്ര പെട്ടെന്ന് കഴിച്ചിട്ട് എനിക്ക് ആരാടാ ഫോണിൽ? നീതുവോ? ചെല്ല് ചെല്ല്, ഇന്ന് വിളിച്ചില്ല, അതുകൊണ്ടാ. ഞാൻ സംസാരിച്ചിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. ചെന്ന് സംസാരിക്ക്. എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ വിളിച്ചാൽ മതിയോ? പോടാ. ഹലോ എടാ നാറി, എടാ റാസ്കൽ, നീ എന്താടാ കരുതിയിരിക്കുന്നത്? എടാ ഞങ്ങളെയൊക്കെ അങ്ങ് മൂക്കി കയറ്റാവുന്നോ? നീതു വല്ലട സംസാരിക്കുന്നത്? ഞാനാണ് സംസാരിക്കുന്നത്. എൻ്റെ അനിയത്തിയോട് കാണിച്ചതിന് നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. നീ ഞങ്ങളെയൊക്കെ വിളിച്ചതിൻ്റെ കാരണം ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അമ്പലത്തിൽ എല്ലാവരെയും മുന്നിൽ വെച്ചാണ് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് നീയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നും പറഞ്ഞത്. നീയും നിന്റെ കുടുംബവും തനി നാറികളാണെന്ന് കാണിച്ചല്ലേ എൻ്റെ കൺമുന്നിൽ വന്ന് പെട്ട നിന്റെ അവസാനമോ? ഓർത്തോ നീ? എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയോ? നിനക്കൊന്നും പറയാനില്ലേ? മറുപടി പറയടാ. എടാ മറുപടി പറയടാ. നീതുവിൻ്റെ അമ്മ മേടിച്ച് ഫോൺ ഓഫാക്കുന്നു. നിങ്ങൾ എന്താ കാണിക്കുന്നേ? ഇവനോട് എന്തിനാ സംസാരിക്കുന്നേ? ഇവൻ തല്ലിപ്പൊളിയാ. യോഗ്യനായ ഒരു മറ്റൊരുത്തനുണ്ടല്ലോ, അവൻ്റെ ചേട്ടനുണ്ടല്ലോ, ചേട്ടനോട് സംസാരിക്ക്. വിളിയടി, അവൻ്റെ ചേട്ടനെ വിളി. അവരെയൊക്കെ എന്തിനു വിളിക്കണം? നീ ആദ്യം വിളിക്ക്. എന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് നമ്പരൊന്നും അറിയത്തില്ല. നമ്പർ അറിയത്തില്ലെന്നോ? ഞാൻ തരാം നമ്പർ. എന്നാൽ വേഗം എടുക്ക്. നിങ്ങൾ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മനുഷ്യ, ദാ ഇവിടെ ഉണ്ട്. ദാ വിളിക്ക്, ഇങ്ങോട്ട് താടി. കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവുമെന്നല്ലോ. ഹലോ, ഇത് സുഭാഷല്ലേ സംസാരിക്കുന്നേ? അതെ, നിങ്ങളാരാ? ഞാൻ നീതുവിൻ്റെ അമ്മയാ. എന്താ വിളിച്ചത്? നിന്നെ വിളിച്ച് കുശലം പറയാനാടാ. ഹലോ, നീയും നിന്റെ കുടുംബവും പരട്ടകളും വൃത്തികെട്ടവന്മാരുമാണെന്ന് പറഞ്ഞപ്പോൾ നിനക്കൊക്കെ നൊന്തായിരുന്നുവല്ലോ. നിന്റെ അനിയന്മാരെ കുറിച്ച് നിനക്ക് നല്ല മതിപ്പാണെന്നല്ലേ പറഞ്ഞത്? നിന്റെ അനിയൻ കെട്ടിക്കൊണ്ടുവന്ന ആ മഹാറാണി എന്താ പറഞ്ഞത്? ആ മെക്കാനിക്കൽ തെണ്ടിയെ പോലെ ഈ ഭൂമി വേറെ ആരും കാണത്തില്ലെന്ന്. അവൻ നന്നാവൂന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അവൻ മുടിഞ്ഞു പോകും. നിന്റെ അനിയൻ ചെയ്തു വെച്ച വൃത്തികേട് എന്താണെന്ന് അറിയാമോ? എന്തു പറ്റി? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്? ചീത്ത വിളിക്കുവല്ല, നിന്റെ അനിയനെ തല്ലി കൊല്ലുക വേണ്ടത്. ഹരീഷ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവൻ അവിടെ വന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനും പുറത്തോട്ടിറങ്ങി തലയുയർത്തി നടക്കാൻ പറ്റാതെയാക്കി. വെറും 20 വയസ്സുള്ള പ്രായമുള്ള എൻ്റെ കൊച്ചിപ്പം ഗർഭിണിയാ. അതിൻ്റെ കാരണക്കാരൻ നിന്റെ അനിയനും. ആ വൃത്തികെട്ടവൻ ഇതിനാണോ എൻ്റെ കൊച്ചിനെ പ്രേമിക്കുന്ന പോലെ നടിച്ചത്? അതോ അവന് കെട്ടിച്ചു കൊടുക്കത്തില്ലെന്ന് കരുതി മനഃപൂർവ്വം ചെയ്തയാണോ? ഇതൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിന്റെ അനിയനെ ഉറപ്പായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. എൻ്റെ കുടുംബത്തിലെ മാനം കളഞ്ഞ നിന്റെ അനിയൻ ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല. സീതേച്ചി, നിങ്ങൾ പറയുന്ന കാര്യം മനസ്സിലാക്കി പറയണേ. എൻ്റെ അനിയൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. നിന്റെ അനിയൻ നല്ലതാണെന്ന് കരുതി നീ സർട്ടിഫിക്കറ്റ് അടിച്ച് വിതരണം ചെയ്യുക. നിന്റെ അനിയൻ ഒന്നാന്തര ഫ്രോഡാ, ചതിയൻ. എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ആക്കിയിട്ട് അവൻ എവിടെ പോയി ഒളിച്ചിരിക്കുവല്ലയോ? എത്ര കാലം ഒളിച്ചിരിക്കും? നീ നോക്കിക്കോ, ഇതിനൊക്കെ കണക്ക് പറഞ്ഞിരിക്കും. ഗതി പിടിക്കത്തില്ലടാ, മുടിഞ്ഞു പോവും. അവനും നിങ്ങളെല്ലാവരും മുടിഞ്ഞു പോവും. അതെ, ഒരു പെറ്റ വയറിൻ്റെ ശാപമാടാ ചേച്ചി. സുഭാഷേട്ടാ, ആരാ ഫോണില്? പറ സുഭാഷേട്ടാ. അത് ആ നീതുവിൻ്റെ അമ്മയാ. അവരെന്തിനാ സുഭാഷേട്ടനെ വിളിച്ചത്? അവൾ എന്തേലും കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചാണ്. സുഭാഷേട്ടാ, അവൾ വീട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങിപ്പോന്നോ? അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. പ്രഗ്നൻ്റോ? സുഭാഷേട്ടാ, അതിന് കാരണം നമ്മുടെ ഹരീഷാണെന്നും. ഹരീഷോ? എടാ, ഇതിനുള്ളിൽ നീ അതും ഒപ്പിച്ചോ? ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.